ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കേണ്ട മെഷർമെൻറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ഒരു ഗ്ലാസ് ഉഴുന്നും 1/2 സ്പൂണ് ഉലുവയും പിന്നെ 4.5 ഗ്ലാസ് അരിയാന്ന്. അതിൽ 3 ഗ്ലാസ് ഇഡ്ഡലി അരിയും 1.5 ഗ്ലാസ് മട്ട അരിയും ആണ് ഇടുന്നത്. പിന്നെ 1/2 ഗ്ലാസ് അവിലുമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ തലേദിവസം സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞാൻ സാധാരണ ഗ്രൈൻഡറിൽ ഇറക്കുന്നത്. ഇഡ്ഡലി ദോശ ബാറ്ററിനെല്ലാം ഏറ്റവും നല്ലത് നമ്മൾ ഗ്രൈൻഡറിൽ ഇറക്കുന്നതാണ് ഫ്രണ്ട്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ അത് ഗ്രൈൻഡറിൽ തന്നെ അരക്കണം. അരച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രം നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഈ ബാറ്റർ. ഇങ്ങനെയുള്ള ബാറ്റർ കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്കൊരു 4.5 ഗ്ലാസ് അരി കൊണ്ട് ഇഡ്ഡലി ആക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം എനിക്ക് നല്ലോണം തന്നെ ഇത് യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ അതിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ദോശയും ചൂടാൻ പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശയും ആക്കാൻ പറ്റും ഇത് സെയിം ബാറ്റർ കൊണ്ട്. അപ്പം എല്ലാവരും ഇഡ്ഡലി ദോശ ഉണ്ടാക്കുമ്പം ഗ്രൈൻഡർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Until then, bye.